ചിങ്ങക്കാരെ, ഒരു നിമിഷം നിർത്തൂ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആകസ്മികമല്ല. ഇത് യാദൃശ്ചികമല്ല. ഇത് ഒരു സൂചനയാണ്. ഈ പ്രപഞ്ചം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വെളിച്ചം തെളിയും. ഒരു ചൂട് തോന്നും. ഒരു ആശ്വാസം കിട്ടും. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. ചിങ്ങം, സിംഹം, രാശിചക്രത്തിലെ രാജാവ്. ആ രാജാവിന്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ആകാശത്ത് ഗ്രഹങ്ങൾ ചലിക്കുന്നുണ്ട്. ഓരോ ഗ്രഹവും ഓരോ സന്ദേശം കൊണ്ടുവരുന്നുണ്ട്. ആ സന്ദേശം ഇന്ന് ചിങ്ങക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഞാൻ ആ സന്ദേശം നിങ്ങളോട് നേരിട്ട് പറയും. ഒരു വാക്കും മറക്കാതെ, ഒരു കാര്യവും ഒഴിവാക്കാതെ പൂർണ്ണമായും പറയും. ചിങ്ങക്കാരെ, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു വിചിത്രമായ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു ഭാരം തോന്നിയിട്ടുണ്ടോ? ഉള്ളിൽ ഒരു അസ്വസ്ഥത, ആരോടും പറയാൻ കഴിയാത്ത ഒരു വേദന, ഒരു ആഗ്രഹം, ഇനിയും നിറവേറാത്ത ഒരു സ്വപ്നം, ഒരു ചോദ്യം, ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം. ഇതൊക്കെ തോന്നിയിരുന്നെങ്കിൽ അത് കാരണമില്ലാതെ ഉണ്ടായതല്ല. ആ അനുഭവങ്ങൾക്ക് ഒരു കാരണമുണ്ട്. ആ കാരണം ആകാശത്ത് ഗ്രഹങ്ങളുടെ ചലനമാണ്. ഗുരു, ബൃഹസ്പതി, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തനായ ഗ്രഹം. ദേവഗുരു, ജ്ഞാനത്തിന്റെ, അനുഗ്രഹത്തിന്റെ, വളർച്ചയുടെ കാരകൻ. ആ ഗുരു ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്ത് ഇരിക്കുന്നു. ചിങ്ങക്കാരുടെ ജാതകത്തിൽ ഒരു പ്രത്യേക ഭാവത്തിൽ നിന്ന് ഗുരു നോക്കുന്നുണ്ട്. ആ നോട്ടം ഒരു സാധാരണ നോട്ടമല്ല. ആ നോട്ടം ഒരു അനുഗ്രഹമാണ്, ഒരു തലോടലാണ്, ഒരു അഭയമാണ്. ഗുരു നിങ്ങളോട് പറയുകയാണ്, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഭയപ്പെടേണ്ട. ഈ ഗുരുവിന്റെ അനുഗ്രഹം ചിങ്ങക്കാർക്ക് ഇപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ലഭിക്കുന്നു. ഇത് വളരെ അപൂർവമാണ്. ഇത് വളരെ ശക്തമാണ്. ശനി, കർമ്മഫലത്തിന്റെ ദേവൻ. ജീവിതത്തിലെ ഓരോ കർമ്മത്തിനും ഫലം കൊടുക്കുന്ന ഗ്രഹം. ശനി ഇപ്പോൾ ചലിക്കുകയാണ്. ആ ചലനം ചിങ്ങക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നു. ശനിയുടെ ഈ ചലനം ചിലർക്ക് ഒരു വെല്ലുവിളിയാകും. എന്നാൽ ചിങ്ങക്കാർക്ക് ഇത് ഒരു അവസരമാണ്. ഒരു സുവർണ അവസരം. കഷ്ടപ്പാടിന്റെ ഫലം ഇനി കൈകളിലേക്ക് വരാൻ പോകുന്നു. കണ്ണീരിന്റെ കൂലി ഇനി ചിരിയായി മടങ്ങി വരാൻ പോകുന്നു. ഇതാണ് ശനിയുടെ നിയമം. ഈ നിയമം ചിങ്ങക്കാർക്ക് ഇപ്പോൾ അനുകൂലമാണ്. രാഹു, കേതു, ഈ രണ്ടു ഛായാഗ്രഹങ്ങൾ ഇപ്പോൾ ഒരു പ്രത്യേക അക്ഷത്തിൽ നിൽക്കുന്നു. രാഹുകേതുവിന്റെ ഈ സ്ഥാനം ചിങ്ങക്കാരുടെ ജീവിതത്തിൽ ഒരു ദ്വന്ദ്വം സൃഷ്ടിക്കുന്നു. ഒരു ഭാഗത്ത് ആഗ്രഹങ്ങൾ, മറുഭാഗത്ത് ഉത്തരവാദിത്തങ്ങൾ. ഒരു ഭാഗത്ത് സ്വപ്നങ്ങൾ, മറുഭാഗത്ത് യാഥാർത്ഥ്യങ്ങൾ. ഈ ദ്വന്ദ്വം ചിങ്ങക്കാരെ ഒരു കൂട്ടിമുട്ടലിന്റെ ഘട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ ഈ കൂട്ടിമുട്ടലിൽ നിന്ന് ഒരു പൊട്ടിത്തെളിച്ചൽ ഉണ്ടാകും. ഒരു പുതിയ ദിശ കണ്ടുകിട്ടും. ജീവിതം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കും. ഇപ്പോൾ ആകാശത്ത് ഒരു അത്ഭുതകരമായ ഗ്രഹസംഗമം നടക്കുന്നുണ്ട്. ഇത് 150 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ്. 150 വർഷം കഴിഞ്ഞ് ഒരിക്കൽ കൂടി വരുന്ന ഒരു ശക്തി ഇപ്പോൾ ചിങ്ങക്കാരുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ ശക്തി ഒരു സാധാരണ ശക്തിയല്ല. ഇത് ഒരു ദൈവിക ശക്തിയാണ്. ഈ ശക്തി ഒരിക്കൽ ഉണർന്നാൽ, ഒരിക്കൽ ഈ ശക്തി നിങ്ങളോടൊപ്പം നടന്നാൽ, ജീവിതം ഒരിക്കലും പഴയതുപോലെ ആകില്ല. ഈ നിമിഷം ചിങ്ങക്കാർ ഒരു ചരിത്രനിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ചിങ്ങക്കാരെ, ഈ ഒഴുക്ക് നിർത്തരുത്. ഈ അനുഗ്രഹം ഒഴുകട്ടെ. ഈ ഊർജം സ്വീകരിക്കൂ. ഇത് നിങ്ങളുടേതാണ്. ഈ ഗ്രഹ ഊർജം ഈ നേരത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആകസ്മികമല്ല. ഇത് വിധിയുടെ ഒരു ഭാഗമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടമാണ്. ഇനി ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാൻ പോകുന്നു. അടുത്ത 15 നാൾ ചിങ്ങക്കാരുടെ ജീവിതത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടാകും. ഒരു ഭൂകമ്പം. ഭൂകമ്പം എന്ന് ഞാൻ പറഞ്ഞത് ഭയം കൊള്ളാൻ അല്ല. ഒരു ഗുണകരമായ ഭൂകമ്പം. ഒരു ജീവിതം മാറ്റിമറിക്കുന്ന ഭൂകമ്പം. ഒരു ശുഭകരമായ ഭൂകമ്പം. ഈ ഭൂകമ്പം വരുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. ഇത് ശരിക്കും ഉണ്ടായോ എന്ന് ചോദിക്കും. ഇത് സ്വപ്നമോ എന്ന് ചോദിക്കും. ഇത് ഞാൻ അർഹിക്കുന്നതോ എന്ന് ചോദിക്കും. ഉവ്വ്, ഇത് ശരിക്കും ഉണ്ടാകും. ഉവ്വ്, ഇത് സ്വപ്നമല്ല. ഉവ്വ്, നിങ്ങൾ ഇതിന് അർഹരാണ്. ഈ നേരം, ഈ ഘട്ടം ചിങ്ങക്കാർക്ക് ഒരു സ്വർണ്ണ ഘട്ടമാണ്. ഇത് ഒരു പൊൻകാലമാണ്. ഇത് ഒരു ഉദയകാലമാണ്. ചിങ്ങം ഒരു ഉദയരാശിയാണ്. ഇന്ന് ആ ഉദയം ഒരു പുതിയ ഉച്ചിയിലെത്തുന്നു. ആ ഉദയം ഇനി ആരും തടഞ്ഞു നിർത്തില്ല. ചിങ്ങക്കാരെ, ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ. നിങ്ങൾ ഒരു സാധാരണ മനുഷ്യരല്ല. ഒരിക്കലും ഒരു സാധാരണ മനുഷ്യർ ആകാൻ പോകുന്നില്ല. ചിങ്ങരാശിക്കാർ ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു ഉദ്ദേശ്യം ഉണ്ടായിട്ടാണ്. ഒരു ദൗത്യം ഉണ്ടായിട്ടാണ്. ഒരു ഉത്തരവാദിത്തം ഉണ്ടായിട്ടാണ്. ആ ദൗത്യം ഇനി ഈ ഘട്ടത്തിൽ തെളിഞ്ഞു വരും. ആ ഉദ്ദേശ്യം ഇനി ഈ ഘട്ടത്തിൽ നിറവേറും. ആ ഉത്തരവാദിത്തം ഇനി ഈ നേരത്ത് ഏറ്റെടുക്കും. ഗ്രഹദശ, ഗ്രഹസഞ്ചാരം, ഇവ ഒരു ഭൂഗോളത്തിൽ കാറ്റ് ഒഴുകുന്നതുപോലെ ഒഴുകുന്നു. ആ ഒഴുക്ക് ഇപ്പോൾ ചിങ്ങക്കാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുകയാണ്. ആ ഒഴുക്ക് ഒരു ഉത്കടമായ ഊർജം ഉൾക്കൊള്ളുന്നു. ആ ഊർജം ഇനി ഈ ദിവസങ്ങളിൽ ഒന്നൊന്നായി ഫലം കൊടുക്കും. ഒന്നൊന്നായി. ഓരോ ദിവസം ഓരോ അത്ഭുതം.
ഓരോ നാൾ ഓരോ മാറ്റം, ഓരോ നിമിഷം ഒരു പുതിയ ജീവിതം. ഇനി ഞാൻ ആദ്യം തൊഴിൽ കാര്യം പറയും. ചിങ്ങക്കാരുടെ ജോലി ജീവിതത്തിൽ ഒരു വലിയ ഉണർവ് ഉണ്ടാകാൻ പോകുന്നു. ഈ ഉണർവ് ദീർഘകാലമായി കാത്തിരുന്ന ഒന്നാണ്. ഒരുപക്ഷേ നിങ്ങൾ മാസങ്ങളായി ഒരു അംഗീകാരം കാത്തിരുന്നിരിക്കാം. ഒരു സ്ഥാനക്കയറ്റം ആഗ്രഹിച്ചിരിക്കാം. ഒരു ശമ്പള വർധനവ് ആഗ്രഹിച്ചിരിക്കാം. ഒരു പ്രശംസ, ഒരു അംഗീകാരം, ഒരു നന്നായി ചെയ്തു എന്ന ഒരു വാക്ക്. അത് ഇനി ഉടൻ കിട്ടും. ഇത് 100% ഉറപ്പു നൽകാൻ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുകയാണ്. ജോലി ചെയ്യുന്ന ചിങ്ങക്കാർ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഉദ്യോഗസ്ഥലത്ത് ഒരു മാറ്റമുണ്ടാകും. ഒരു നല്ല മാറ്റം, ഒരു സ്ഥാനക്കയറ്റം, ഒരു ഉത്തരവാദിത്ത വർധനവ്, ഒരു പദവി ഉയർച്ച. ഇവ ഈ ഘട്ടത്തിൽ ചിങ്ങക്കാരുടെ ജീവിതത്തിൽ ഇറങ്ങിവരും. നിങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് അധ്വാനിച്ചിരിക്കാം. ഒരുപാട് ക്ഷമ കാണിച്ചിരിക്കാം. ഒരുപാട് ത്യാഗം ചെയ്തിരിക്കാം. ആ അധ്വാനം, ആ ക്ഷമ, ആ ത്യാഗം ഇനി ഫലം കൊടുക്കും. ഇനി ഒഴുക്ക് ആ ദിശയിലാണ്. മേലധികാരികൾ നിങ്ങളെ ശ്രദ്ധിക്കും. ഉദ്യോഗസ്ഥലത്ത് നിങ്ങൾ ഒരു പ്രത്യേക ശ്രദ്ധ ആകർഷിക്കും. ആ ശ്രദ്ധ ഒരു അംഗീകാരമായി മാറും. ആ അംഗീകാരം ഒരു ഉയർച്ചയായി മാറും. ഈ ഘട്ടത്തിൽ ചിങ്ങക്കാർ ജോലി ചെയ്യുന്ന ഇടത്ത് ഒരു സ്പോട്ട്ലൈറ്റ് ഇറങ്ങും. ആ സ്പോട്ട്ലൈറ്റ് നിങ്ങളുടെ മേൽ പതിക്കും. ആ വെളിച്ചം ഇനി ആരും കെടുത്തുകില്ല. ചിങ്ങം ഒരു സ്പോട്ട്ലൈറ്റ് രാശിയാണ്. ചിങ്ങക്കാർ ഒരു ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയപ്പെടും. ആ തിരിച്ചറിയൽ ഇപ്പോൾ ഒരു ഉച്ചിയിൽ എത്തുകയാണ്. ബിസിനസ് ചെയ്യുന്ന ചിങ്ങക്കാർക്കും ഈ ഘട്ടം ഒരു ദൈവദത്തമായ അവസരമാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ബിസിനസ് ഒരു മന്ദഗതിയിൽ ഉണ്ടായിരുന്നിരിക്കാം. ഒരു കടമ്പ കടക്കാൻ ബുദ്ധിമുട്ടിയിരിക്കാം. ഒരു ഇടപാട് തടസ്സപ്പെട്ടിരിക്കാം. ഒരു കരാർ നടക്കാതിരുന്നിരിക്കാം. അത് ഇനി നടക്കും. ആ ഇടപാട് ഇനി ഒഴുകും. ആ കരാർ ഇനി ഒപ്പിടും. ആ കടമ്പ ഇനി കടക്കും. ഗുരു ബിസിനസ് ഭാവത്തിൽ ഒരു ശക്തമായ ദൃഷ്ടി ചെലുത്തുന്ന ഈ ഘട്ടത്തിൽ ഒരു പുതിയ ഉടമ്പടി, ഒരു പുതിയ ബന്ധം, ഒരു പുതിയ ഒഴുക്ക് ചിങ്ങക്കാരുടെ ബിസിനസ് ജീവിതത്തിൽ കടന്നുവരും. പണം, ധനം. ആർക്കാണ് ധനം ആഗ്രഹമില്ലാത്തത്? ചിങ്ങക്കാരുടെ ധനഭാഗ്യം ഈ ഘട്ടത്തിൽ ഒരു ഉദ്ദണ്ഡഗതിയിൽ ഒഴുകും. അടുത്ത 30 നാൾ ചിങ്ങക്കാർ ധനപരമായ ഒരു ആശ്വാസം അനുഭവിക്കും. ഒരു കടം വീടും. ഒരു ബാധ്യത തീരും. ഒരു പ്രതീക്ഷിക്കാത്ത വരവ് ഉണ്ടാകും. ഒരു നഷ്ടം ഉണ്ടായ ഇടത്ത് ഒരു നേട്ടം ഉണ്ടാകും. ഒരു ഇറങ്ങിയ ഇടത്ത് ഒരു ഉയർച്ച ഉണ്ടാകും. ഇത് ഗ്രഹദശയുടെ ഒരു ദാനമാണ്. ഈ ദാനം ഈ ഘട്ടത്തിൽ ചിങ്ങക്കാർക്ക് ലഭിക്കും. ഒരുപക്ഷേ ഒരു ചിങ്ങക്കാരൻ ഒരു നിക്ഷേപം നടത്തിയിരിക്കാം. ഒരു ഭൂമി, ഒരു വീട്, ഒരു ഓഹരി, ഒരു സ്ഥാവര ജംഗമ സ്വത്ത്. ആ നിക്ഷേപം ഫലം കൊടുക്കും. ആ നിക്ഷേപം ഒരു നല്ല ഫലം കൊടുക്കും. ഈ ഘട്ടത്തിൽ ചിങ്ങക്കാർ ഒരു ധനപരമായ തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനം ഒരു ശുഭ തീരുമാനമാകും. ഈ ഘട്ടത്തിൽ ഒരു ഭൂമി കൊടുക്കൽ, ഒരു ഭൂമി വാങ്ങൽ, ഒരു ഭവന നിർമ്മാണം, ഒരു വ്യാപാര ഇടപാട്, ഇവ ഒക്കെ ഈ ഘട്ടത്തിൽ ഗുണകരമാകും. ഇനി ഞാൻ ഒരു കാര്യം ഉറക്കെ പറഞ്ഞോട്ടെ. ഈ ഘട്ടത്തിൽ ചിങ്ങക്കാർക്ക് ഒരു അപ്രതീക്ഷിത അവസരം ഉണ്ടാകും. ഒരു സർപ്രൈസ് ഓപ്പർച്യൂണിറ്റി, ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന, ഒരു ആനന്ദം ഉണ്ടാക്കുന്ന, ഒരു ജീവിതം മാറ്റുന്ന അവസരം. ഈ അവസരം ഒരു സ്ഥലത്തു നിന്ന് വരും, ഒരു ആളിൽ നിന്ന് വരും, ഒരു ദിക്കിൽ നിന്ന് വരും. ആ സ്ഥലം, ആ ആൾ, ആ ദിക്ക് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന് ആകും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന്. ആ അദ്ഭുതം ഇനി കടന്നുവരുന്നു. ആ ആനന്ദം ഇനി ഉദിക്കുന്നു. ആ ഭാഗ്യം ഇനി ചിങ്ങക്കാരുടെ വാതിൽക്കൽ മുട്ടുന്നു. ഇവിടെ ഞാൻ നിർത്തണം. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു വളരെ ഭാവനാത്മകമായ, ഒരു വളരെ ആഴമേറിയ, ഒരു ഹൃദയസ്പർശിയായ കാര്യമാണ്. ചിങ്ങക്കാരെ, നിങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടു തോന്നിയിട്ടുണ്ടോ? ആരും തിരിഞ്ഞു നോക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇത്ര അധ്വാനിക്കുന്നു, ഇത്ര ത്യാഗം ചെയ്യുന്നു, ഇത്ര ക്ഷമ കാണിക്കുന്നു, പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? ആ ചിന്ത ഇനി ഒഴിഞ്ഞു പോകും. ആ ഒറ്റപ്പെടൽ ഇനി തീരും. ഈ ലോകം നിങ്ങളെ ഇനി ശ്രദ്ധിക്കും. ഈ ലോകം നിങ്ങളെ ഇനി അംഗീകരിക്കും. ഈ ലോകം നിങ്ങൾക്ക് ഇനി ഒരു അരങ്ങ് ഒരുക്കും. ചിങ്ങക്കാരെ, ഞാൻ ഇപ്പോൾ ഒരു വളരെ അടുത്ത കാര്യം പറയാൻ പോകുന്നു. ഒരു വളരെ സ്വകാര്യമായ കാര്യം. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരു കാര്യം. പ്രണയം, സ്നേഹം, ബന്ധം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ചിങ്ങക്കാരുടെ ഉള്ളിൽ എന്തു തോന്നുന്നു? ഒരു ആഗ്രഹം, ഒരു കാത്തിരിപ്പ്, ഒരു മുറിവ്, ഒരു ചോദ്യം. ഏതാണ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്? ചിങ്ങരാശി പ്രണയത്തിന്റെ രാശിയാണ്. ഹൃദയത്തിന്റെ രാശിയാണ്. ആഴമേറിയ സ്നേഹത്തിന്റെ രാശിയാണ്. ചിങ്ങക്കാർ സ്നേഹിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കും. ചിങ്ങക്കാർ കരുതുമ്പോൾ ജീവനോടെ കരുതും. ചിങ്ങക്കാർ ഒരാൾക്കു വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകും. ആ സ്നേഹത്തിന് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടോ? ആ ഹൃദയം ഒരിക്കൽ പൊട്ടിയിട്ടുണ്ടോ? ആ കരുതൽ ഒരാൾ തിരിഞ്ഞു നോക്കാതെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ വേദന ഇനി ഒഴിഞ്ഞു പോകും. ആ മുറിവ് ഇനി ഉണങ്ങും. ആ ഹൃദയം ഇനി വീണ്ടും തുടിക്കും. ഈ ഘട്ടത്തിൽ ചിങ്ങക്കാരുടെ പ്രണയ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ചിങ്ങക്കാർക്ക് ഒരു പ്രത്യേക ആൾ ജീവിതത്തിൽ കടന്നുവരും. ആ ആൾ ഒരു സാധാരണ ആൾ ആകില്ല. ആ ആൾ ഒരു പ്രത്യേകതയുള്ള ആൾ ആകും.
ഒരു പ്രത്യേക ആകർഷണം, ഒരു പ്രത്യേക ഊർജം, ഒരു പ്രത്യേക ബന്ധം. ആ ആളെ ആദ്യം കാണുമ്പോൾ ഉള്ളിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകും. ഇത് ഞാൻ ഒരിക്കൽ കണ്ടതുപോലെ ഉണ്ടല്ലോ എന്ന് തോന്നും. ഇത് ഞാൻ ഒരിക്കൽ അറിഞ്ഞതുപോലെ ഉണ്ടല്ലോ എന്ന് തോന്നും. ആ തോന്നൽ ഒരു ആത്മബന്ധത്തിന്റെ അടയാളമാണ്. ആ ബന്ധം ഇനി ആഴത്തിൽ വേരൂന്നു. ഇതിനോടകം ഒരു ബന്ധത്തിൽ ഇരിക്കുന്ന ചിങ്ങക്കാർക്ക് ആ ബന്ധം ഒരു പുതിയ ഉച്ചിയിൽ എത്തും. ഒരു തണുത്ത ബന്ധം ചൂടുപിടിക്കും. ഒരു അകൽച്ച നിന്ന ബന്ധം അടുക്കും. ഒരു തെറ്റിദ്ധാരണ ഉണ്ടായ ബന്ധത്തിൽ ഒരു ശരിധാരണ ഉദിക്കും. ഈ ഘട്ടത്തിൽ ഒരു ദമ്പതി ഒന്നിച്ചിരുന്ന് ഒരു പ്രധാന കാര്യം തീർക്കും. ഒന്നിച്ച് ഒരു തീരുമാനം എടുക്കും. ഒന്നിച്ച് ഒരു ലക്ഷ്യം നിശ്ചയിക്കും. ഈ ഒന്നിച്ചുള്ള ഒഴുക്ക് ആ ബന്ധത്തെ ഒരു ശക്തമായ ബന്ധമാക്കി മാറ്റും. വിവാഹം ആഗ്രഹിക്കുന്ന ചിങ്ങക്കാർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഘട്ടം ഒരു ശുഭഘട്ടമാണ്. ഒരു കല്യാണ ആലോചന ഉടൻ ഒടുങ്ങും. ഒരു ദീർഘകാലമായ ആഗ്രഹം ഒരു യാഥാർത്ഥ്യമാകും. ഒരു ബന്ധം ഒരു ശാശ്വത ബന്ധമായി ഉറഞ്ഞുകൂടും. വൈകിയ ഒരു കല്യാണം ഈ ഘട്ടത്തിൽ ഒരു ഒഴുക്ക് കണ്ടെത്തും. ദൂരെ ഇരിക്കുന്ന ഒരു ഇഷ്ട ആൾ അടുത്തേക്ക് വരും. ഒരു ഇഷ്ടം ഒരു ബന്ധമാകും. ഒരു ബന്ധം ഒരു ജീവിതമാകും. ഇത് ഈ ഘട്ടത്തിൽ ചിങ്ങക്കാർക്ക് ഉണ്ടാകും. ഇനി കുടുംബജീവിതം. ചിങ്ങക്കാർ കുടുംബത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളുകളാണ്. കുടുംബത്തിനു വേണ്ടി ഒരു ചിങ്ങക്കാരൻ ഒരുപാട് ത്യാഗം ചെയ്യും. ആ ത്യാഗം ആരും കണ്ടിരിക്കില്ല. ആ ത്യാഗം ആരും ശ്രദ്ധിച്ചിരിക്കില്ല. ആ ത്യാഗം ആരും പ്രശംസിച്ചിരിക്കില്ല. ഉള്ളിൽ ഒരു വേദന ഉണ്ടായിരിക്കും. ഒരു ഞാൻ ഇത്ര ചെയ്യുന്നു, ആരും അറിയുന്നില്ലല്ലോ എന്ന ഒരു ഭാരം ഉണ്ടായിരിക്കും. ആ ഭാരം ഇനി ഇറക്കി വെക്കൂ. ആ വേദന ഇനി വേണ്ട. കാരണം ഈ ഘട്ടത്തിൽ കുടുംബം ചിങ്ങക്കാരെ ശ്രദ്ധിക്കും. കുടുംബം ചിങ്ങക്കാരെ അംഗീകരിക്കും. കുടുംബം ചിങ്ങക്കാർ ചെയ്ത ത്യാഗം കണ്ടറിഞ്ഞ് ഒരു നന്ദി പറയും. കുടുംബത്തിൽ ഒരു സന്തോഷ വാർത്ത ഉണ്ടാകും. ഒരു ഉത്സവ അന്തരീക്ഷം ഉണ്ടാകും. ഒരു ആഘോഷം ഉണ്ടാകും. ദീർഘകാലമായി ഒരു പ്രശ്നം ഉണ്ടായിരുന്ന കുടുംബ ബന്ധങ്ങൾ ഈ ഘട്ടത്തിൽ ഒരു ശരിയാകൽ കണ്ടെത്തും. ഒരു ദ്വേഷം ഒഴിഞ്ഞു പോകും. ഒരു പിണക്കം ഒഴിഞ്ഞു പോകും. ഒരു തർക്കം ഒഴിഞ്ഞു പോകും. ഒരുമ ഉണ്ടാകും. ആനന്ദം ഉണ്ടാകും. ഒരു പുതിയ ആരംഭം ഉണ്ടാകും. ഈ ഒരുമ ഈ ഘട്ടത്തിൽ ചിങ്ങ കുടുംബത്തിൽ ഒരു ശക്തമായ ഊർജം ഉണ്ടാക്കും. ആരോഗ്യം. ഇത് ഏറ്റവും പ്രധാനം. ചിങ്ങക്കാർ ശ്രദ്ധിക്കൂ. ഈ ഘട്ടത്തിൽ ആരോഗ്യം ഒരു പ്രത്യേക ശ്രദ്ധ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷേ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചെറിയ ശരീര ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കാം. ഒരു ക്ഷീണം, ഒരു തലവേദന, ഒരു ഉറക്കക്കുറവ്, ഒരു ഉൾഭ്രമം. ഇവ ഉണ്ടായിരിക്കാം. ഇവ ഒഴിഞ്ഞു പോകും. ഈ ഘട്ടത്തിൽ ആരോഗ്യം ക്രമേണ ഉണർന്ന് ഒരു ശക്തമായ നിലയിൽ ഉറഞ്ഞു നിൽക്കും. എന്നാൽ ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഉറപ്പു ചെയ്യൂ. ഭക്ഷണക്രമം ശ്രദ്ധിക്കൂ. ഉറക്കം ശ്രദ്ധിക്കൂ. വ്യായാമം ശ്രദ്ധിക്കൂ. ഈ ചെറിയ ശ്രദ്ധ ഒരു വലിയ ആരോഗ്യം ഉണ്ടാക്കും. ഹൃദയ സംബന്ധമായ ആരോഗ്യ കാര്യങ്ങൾ ചിങ്ങക്കാർ ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. ഒരു ഡോക്ടറെ കണ്ട് ഒരു പരിശോധന നടത്തൂ. ഒരു ചെറിയ ജാഗ്രത ഒരു വലിയ ആരോഗ്യം ഉറപ്പു നൽകും. ഒരു ചെറിയ ഔഷധം ഒരു വലിയ ദുഃഖം ഒഴിവാക്കും. ഈ ഒരു ചെറിയ ഉപദേശം ഒരു ചിങ്ങക്കാരന്റെ ജീവിതത്തിൽ ഒരു വലിയ നന്മ ചെയ്യും. വിദ്യ, പഠനം. ഈ ഘട്ടം ചിങ്ങ വിദ്യാർത്ഥികൾക്ക് ഒരു ഊർജ്ജഘട്ടമാണ്. ഒരു പരീക്ഷ അടുത്തു വരുന്നുണ്ടോ? ഒരു ഫലം കാത്തിരിക്കുന്നുണ്ടോ? ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവ ഒക്കെ ഈ ഘട്ടത്തിൽ ഒരു ഗതി കൊണ്ടുവരും. ഗുരുവിന്റെ ദൃഷ്ടി വിദ്യാഭാഗ്യം ഉണ്ടാക്കും. ബൃഹസ്പതി ഒരു ജ്ഞാനദേവൻ ആണ്. ആ ദേവന്റെ അനുഗ്രഹം ഇപ്പോൾ ചിങ്ങ വിദ്യാർത്ഥികൾക്ക് ഒഴുകുന്നു. ആ ഒഴുക്ക് ഒരു ഫലം ഉണ്ടാക്കും. ഒരു ഉയർന്ന ഫലം. ഒരു പ്രതീക്ഷിക്കാത്ത ഫലം. ഒരു ആനന്ദഫലം. ഒരു ചിങ്ങവിദ്യാർത്ഥി ഒരു ഉന്നത വിദ്യ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ഉന്നത ബിരുദം, ഒരു ഉന്നത കോഴ്സ്, ഒരു ഉന്നത സ്ഥാപനം. ഈ ആഗ്രഹം ഈ ഘട്ടത്തിൽ ഒരു വഴി കണ്ടെത്തും. ആ ആഗ്രഹം ഒരു യാഥാർത്ഥ്യമാകും. ഈ ഘട്ടത്തിൽ ഒരു ചിങ്ങ വിദ്യാർത്ഥി ഒരു ഉന്നതമായ ഒരു ലക്ഷ്യം നിശ്ചയിക്കൂ. ആ ലക്ഷ്യത്തിനു വേണ്ടി ഒരു ചുവടോ നടത്തൂ. ആ ചുവടോ ഒരു ദൈവ ചുവടോ ആകും. ഗ്രഹ ഊർജം ആ ചുവടോ ഒരു ദൂരം കൊണ്ടുപോകും. ഇനി വിദേശകാര്യം. ദൂരദേശ ആഗ്രഹം. ഒരു ചിങ്ങക്കാരൻ ഒരു ദൂരദേശം ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു വിദേശ ജോലി, ഒരു വിദേശ അവസരം, ഒരു ദൂരദേശ യാത്ര. ഇവ ഈ ഘട്ടത്തിൽ ഒരു ഒഴുക്ക് കണ്ടെത്തും. ഒരു വിദേശ ക്ഷണം ഉണ്ടാകും. ഒരു വിദേശ അനുമതി ഉണ്ടാകും. ഒരു വിദേശ ഇടപാട് ഉണ്ടാകും. ദൂരെ ഉള്ള ഒരു ബന്ധം ഒരു അടുത്ത ബന്ധമാകും. ഒരു ദൂര ആൾ ഒരു അടുത്ത ആൾ ആകും. ഇത് ഈ ഘട്ടത്തിൽ ചിങ്ങക്കാർക്ക് ഉണ്ടാകും. ആത്മീയത. ഇത് ചിങ്ങക്കാർക്ക് ഒരു ഭക്ഷണം പോലെയാണ്. ഒരു ഉൾഭക്ഷണം. ആത്മാവിന്റെ ഭക്ഷണം. ഈ ഘട്ടത്തിൽ ചിങ്ങക്കാരുടെ ആത്മീയ ജീവിതം ഒരു ഉണർവ് അനുഭവിക്കും. ഒരു ദൈവബന്ധം ആഴമാകും. ഒരു ദൈവഭക്തി ഒരു ദൈവദർശനമാകും. ഒരു ദേവാലയ ദർശനം ഒരു ആഴമേറിയ അനുഭവമാകും. ഈ ഘട്ടത്തിൽ ഒരു ചിങ്ങക്കാരൻ ദൈവത്തോടൊപ്പം ഒരു ആഴമേറിയ ബന്ധം ഉണ്ടാക്കും. ആ ബന്ധം ഒരു ആയുധം ആകും. ഒരു ഊർജ്ജ ആയുധം. ഇനി ഞാൻ ഒരു 3 കാര്യം ഉറക്കെ പറഞ്ഞോട്ടെ. അടുത്ത 7 നാൾ ചിങ്ങക്കാരുടെ ജീവിതത്തിൽ 3 വലിയ കാര്യങ്ങൾ ഉണ്ടാകും. ഒന്നാം ഘട്ടം. ഒരു അംഗീകാരം ഉണ്ടാകും. ഒരു ഉദ്യോഗ അംഗീകാരം, ഒരു സാമൂഹ്യ അംഗീകാരം, ഒരു കുടുംബ അംഗീകാരം. ഏത് ആകിലും ഒരു അംഗീകാരം ഈ 7 ദിവസത്തിൽ ഉണ്ടാകും.
ഈ അംഗീകാരം ഒരു ചെറിയ ആനന്ദം ഉണ്ടാക്കും. ഒരു ആനന്ദം, ഒരു ഞാൻ ചെയ്തു, ഞാൻ ഉണ്ട് എന്ന ഒരു ആനന്ദം. രണ്ടാം ഘട്ടം, ഒരു പ്രണയ നിമിഷം ഉണ്ടാകും. ഒരു ഹൃദയ നിമിഷം, ഒരു ഇത് ഞാൻ ഓർക്കും എന്ന ഒരു നിമിഷം. ഒരു ആൾ ഒരു വാക്ക് പറയും, ആ വാക്ക് ഒരു ചൂടുണ്ടാക്കും. ആ ചൂട് ഒരു ആഴം ഉണ്ടാക്കും. ആ ആഴം ഒരു ബന്ധം ഉണ്ടാക്കും. ഈ ബന്ധ നിമിഷം ഈ 7 ദിവസത്തിൽ ഉണ്ടാകും. ആ നിമിഷം ഒരു ജീവിതകാലം ഓർക്കുന്ന ഒരു നിമിഷമാകും. മൂന്നാം ഘട്ടം, ആ അപ്രതീക്ഷിത അവസരം, ആ സർപ്രൈസ്. ഒരു ഫോൺ വരും, ഒരു സന്ദേശം വരും, ഒരു ആൾ വരും, ഒരു ക്ഷണം വരും. ഈ വരവ് ഒരു ജീവിതം മാറ്റുന്ന ഒന്ന് ആകും. ഈ ക്ഷണം ഒരു ജീവിതം ഉയർത്തുന്ന ഒന്ന് ആകും. ഈ ഫോൺ, ഈ സന്ദേശം, ഈ ആൾ. ഇത് ഈ ഘട്ടത്തിൽ ചിങ്ങക്കാരുടെ ജീവിതത്തിൽ ഒരു നിർണായക ഒഴുക്ക് ഉണ്ടാക്കും. ഈ അത്ഭുതം ഈ ഘട്ടത്തിൽ 100% നടക്കും. ഇനി ഞാൻ ഒരു ചെറിയ ജാഗ്രത പറഞ്ഞോട്ടെ. ഈ ഘട്ടത്തിൽ ചിങ്ങക്കാർ ഒരു ഒളി ശത്രുവിനെ കരുതണം. ഒരു ആൾ ഒരു ചിരി മുഖത്ത് കൊണ്ടു നടക്കും, എന്നാൽ ഉള്ളിൽ ഒരു ദ്വേഷം ഒളിച്ചുവെക്കും. ആ ആളെ ശ്രദ്ധിക്കൂ. ആ ആൾ ഒരു അടുത്ത ആൾ ആകാം, ഒരു സഹപ്രവർത്തകൻ ആകാം, ഒരു ബന്ധു ആകാം. ഈ ഘട്ടത്തിൽ ഒരു കരുത്ത് ഒളിപ്പിക്കൂ, ഒരു ശ്രദ്ധ ഒളിപ്പിക്കൂ, ഒരു ഊർജം ഒളിപ്പിക്കൂ. ആ കരുത്ത്, ആ ശ്രദ്ധ, ആ ഊർജം ഒരു ശരിയായ ഇടത്ത് ഉപയോഗിക്കൂ. ഇനി പരിഹാരങ്ങൾ. ചിങ്ങക്കാർ ഈ ഘട്ടത്തിൽ ചില ചെറിയ കാര്യങ്ങൾ ചെയ്യൂ. ഞായർ ദിവസം ഉദയ സൂര്യ ദർശനം ചെയ്യൂ. ഉദിക്കുന്ന സൂര്യനെ കണ്ട് ഒരു ദൈവസ്മരണ ചെയ്യൂ. ഒരു ദീപം കൊളുത്തു. ആ ദീപം ഒരു ആൾക്കൂട്ടത്തിൽ ഒരു ഒളിയാകും, ഒരു ആലംബം ആകും, ഒരു ദൈവദർശനം ആകും. ഞായർ ദിവസം ഒരു ഭഗവാൻ ക്ഷേത്രം ദർശിക്കൂ. ഒരു ദൈവനാമജപം ചെയ്യൂ. ഒരു ദൈവഭക്തി ഉള്ളിൽ ഉറഞ്ഞ് ഒഴുകട്ടെ. ആ ഒഴുക്ക് ഒരു ഊർജ്ജ കവചം ആകും. ആ കവചം ഈ ഘട്ടത്തിൽ ഒരു ശക്തമായ സംരക്ഷണം ഉണ്ടാക്കും. ഒരു ചെറിയ ദാനം ചെയ്യൂ. ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കൂ. ഒരു ആർക്കെങ്കിലും ഒരു ഉദാരമായ ഒരു കൈ നീട്ടൂ. ആ ദാനം ഒരു ഭാഗ്യം ആകും. ആ കൈ ഒരു ഊർജ്ജ കൈയാകും. ഒരു ശനി ദോഷമുണ്ടെങ്കിൽ ഒരു ദീപം കൊളുത്തൂ. ഒരു എള്ള് ദാനം ചെയ്യൂ. ആ ദാനം ശനി ദോഷം ഒഴിവാക്കും. ഒരു ഒഴിവ് ഉണ്ടാകും. ഒരു ഒഴുക്ക് ഉണ്ടാകും. ദൈവം ചിങ്ങക്കാരോടൊപ്പം എപ്പോഴും ഉണ്ട്. ഒരു നിഴൽ പോലെ, ഒരു തണൽ പോലെ, ഒരു കൂട്ടുപോലെ. ഈ ഒരു സത്യം ഒരിക്കലും മറക്കരുത്. ഒരിക്കലും. ഏത് ഇരുട്ടിലും ദൈവം ഒരു വെളിച്ചം ആകും. ഏത് കൊടുങ്കാറ്റിലും ദൈവം ഒരു കരുത്ത് ആകും. ഏത് ഭാരത്തിലും ദൈവം ഒരു ആശ്വാസം ആകും. ഈ ഒരു ദൈവ ഊർജം ഈ ഘട്ടത്തിൽ ചിങ്ങക്കാരുടെ ജീവിതത്തിൽ ഒരു ഒഴുക്ക് ഉണ്ടാക്കുന്നു. ആ ഒഴുക്ക് ഒരു ആഴ ഒഴുക്കാണ്. ആ ഒഴുക്ക് ഒരു ജീവൻ നൽകുന്ന ഒഴുക്കാണ്. ചിങ്ങക്കാരെ, ഒരു ചോദ്യം. നിങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആഴമേറിയ ഒരു ദൈവ ഞാൻ ഒന്ന് വ്യക്തമായി ചോദിക്കട്ടെ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു ആഴ ചിന്ത അനുഭവിച്ചിരിക്കാം. ഞാൻ ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്ന ഒരു ചോദ്യം ഉദിച്ചിരിക്കാം. ഇതൊക്കെ ഒരു ഫലം ഉണ്ടാക്കുമോ എന്ന ഒരു സംശയം ഉദിച്ചിരിക്കാം. ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ ഇന്ന് ഉറക്കെ പറയും. ഉവ്വ്, ഫലം ഉണ്ടാകും. ഉവ്വ്, ഒരു ഫലം ഉണ്ടാകും. ഉവ്വ്, ഒരു നല്ല ഫലം ഉണ്ടാകും. ഉവ്വ്, ഒരു അത്ഭുതകരമായ ഫലം ഉണ്ടാകും. ഈ ഉത്തരം ഞാൻ ഒരു ഹൃദയ ആഴത്തിൽ നിന്ന് ഉറക്കെ പറയുകയാണ്.